നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ 2023 ഇലക്ട്രിക്കൽ വയർമാൻ ലൈസൻസ് ലഭിക്കുന്നതിന് വേണ്ടി അപ്രൻറ്റീസ് രജിസ്ട്രേഷൻ നടത്തിയവർക്ക് ജില്ലാ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ നിന്നും ലെറ്ററുകൾ അല്ലെങ്കിൽ അപ്രൻറ്റീസ് രജിസ്ട്രേഷൻ ചെയ്ത സർട്ടിഫിക്കറ്റുകൾ പോയി തുടങ്ങിയിട്ടുണ്ട്. അത് കിട്ടിയ പല ആളുകൾക്കുമുള്ള സംശയമാണ്, ഇനി എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇനി വയർമാൻ പെർമിറ്റ് ലഭിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് പല ആളുകൾക്കും അറിയാത്ത കാര്യമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ 2023 അപ്രൻറ്റീസ് രജിസ്ട്രേഷൻ നടത്തിയവർക്ക് 2024 ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് കേന്ദ്രങ്ങളിൽ നിന്നും ആ രജിസ്ട്രേഷൻ നടത്തിയതിൻ്റെ ലെറ്ററാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഈ ലെറ്റർ കിട്ടിയതിന് ശേഷം ഇനി സാധാരണ ഏപ്രിൽ അല്ലെങ്കിൽ മാർച്ച് മാസങ്ങളിലായിട്ട് ലൈസൻസിംഗ് ബോർഡിൻ്റെ പുതിയ വിജ്ഞാപനം വരുന്നതാണ്. വിജ്ഞാപനം വരുന്ന സമയത്ത് വയർമാൻ ലൈസൻസ് പരീക്ഷ എഴുതുന്നതിന് വേണ്ടി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷ സമർപ്പിക്കുന്നതിനോടൊപ്പം വെക്കേണ്ട ഒരു രേഖയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതുകൂടാതെ ഇലക്ട്രിക്കൽ രജിസ്റ്റർ ചെയ്ത കോൺട്രാക്ടറിൽ നിന്നും ലഭിച്ച എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുകൾ, നിങ്ങളെ ഫോട്ടോ, ഒപ്പ്, ആധാർ കാർഡ്, അതേപോലെ പ്രായം തെളിയിക്കുന്ന രേഖ എന്നീ കാര്യങ്ങൾ കൂടി വയർമാൻ ലൈസൻസ് പരീക്ഷയ്ക്ക് അപേക്ഷ നൽകാവുന്നതാണ്. അങ്ങനെ അപേക്ഷ നൽകിയതിന് ശേഷം തിയറി, പ്രാക്ടിക്കൽ പരീക്ഷകൾ ഉണ്ടാവും. അപ്പോൾ ആ പരീക്ഷ വിജയിച്ചതിന് ശേഷമാണ് നമുക്ക് വയർമാൻ ലൈസൻസ് ലഭിക്കുന്നത്. അപ്പോൾ സാധാരണ രീതിയിൽ അപേക്ഷ കൊടുക്കാനുള്ള സമയം വരുന്നത് മാർച്ച് അല്ലെങ്കിൽ ഏപ്രിൽ മാസങ്ങളിലും പരീക്ഷ നടക്കാറുള്ളത് മെയ് മാസങ്ങളിലുമാണ്. അപ്പോൾ അത് തീരുമാനിക്കുന്നത് ലൈസൻസിംഗ് ബോർഡാണ്. ലൈസൻസിംഗ് ബോർഡിൻ്റെ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് അതിൻ്റെ വ്യത്യാസങ്ങൾ അതിൽ സംഭവിക്കും. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റുകൾ വന്നിട്ടുള്ളവരെല്ലാവരും തന്നെ അത് എടുത്തു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ലൈസൻസിംഗ് ബോർഡിൻ്റെ വിജ്ഞാപനം വന്ന ശേഷം നമുക്ക് പരീക്ഷയ്ക്ക് അപേക്ഷ നൽകാനായിട്ട് ഈ സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതേണ്ടതാണ്.